ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ജനിതകപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ നമ്മൾ സ്കാൻ ചെയ്യണം. ചിലപ്പോൾ ആവശ്യമാണെങ്കിൽ ജീൻ ടെസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. 2ാമത്തെ മാസം അമ്മയുടെ പ്രഷറും ഷുഗറും എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കണം. ബാക്കി എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം. ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനുകൾ വരികയാണെങ്കിൽ അത് നമ്മൾ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റണം. കാരണം കുഞ്ഞിലേക്ക് പകരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട്. അവസാനത്തെ മാസമാകുമ്പോഴേക്കും അധികമായിട്ടും പിന്നെ നമ്മൾ ഡെലിവറീനെ ഫോക്കസ് ചെയ്യാണ്. കാരണം പ്രസവം അടുത്തു, അപ്പോൾ ഡെലിവറീനെ ഫോക്കസ് ചെയ്യാണ്. അപ്പം ആ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും? കുഞ്ഞിൻ്റെ കഴുത്തിൽ പിന്നെ നമ്മുടെ അംബിലിക്കൽ കോഡ് കുരുങ്ങാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കുറവും കൂടുതലും ഒക്കെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്ലാസൻ്റയുടെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ ഫ്രം പ്രഗ്നൻസി മുതൽ ആ ഒരു കൺസീവ് ചെയ്യുന്ന സമയം മുതൽ അങ്ങ് ഡെലിവറി വരെയുള്ള ആ ഒരു സമയത്തേക്ക് പോകുന്നത്. ഇതൊരു ഭയങ്കര ഒരു സംഭവ ബഹുലമായ ഒരു ജേണിയാണ്. അപ്പം ഈ ജേണിയുടെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഒരു അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് റോങ് ആകാമെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഓരോ കാര്യങ്ങളും നമ്മളെ കൊണ്ട് കഴിയാവുന്നത്രയും പിക്ക് ചെയ്തെടുക്കാനും അത് പ്രിവെൻറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കൂടാതെ ഇനി ഡെലിവറിയിലേക്ക് വരാൻ നേരത്തേക്കും ഡെലിവറി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ചെറിയൊരു പ്രോസസ്സല്ല. ഇതൊരു കുറച്ച് ബിഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു അമ്മയും ഒരു കുഞ്ഞും ഒരു രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അത്രയുള്ള ഒരു പ്രോസസ്സ്, ഒരു 2ാം ജന്മം എന്ന് തന്നെ പറയാം. അമ്മയ്ക്കും അതെ, കുഞ്ഞിന് ആദ്യത്തെ ജന്മം, അമ്മയ്ക്ക് 2ാമത്തെ ജന്മമാണ് പ്രസവം. അപ്പം ഇങ്ങനെയുള്ള അന്നേരം ഉണ്ടാകാം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പറ്റും, പ്രസവത്തിനിടയ്ക്കുള്ള പ്രോബ്ലംസ്. അപ്പം ഇതെല്ലാം ടാക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു നല്ല ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് അത്യാവശ്യം നമുക്ക് ഒരു ചെറിയ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് വേണം നമ്മൾ പ്രസവം നടത്താനായിട്ട്. പ്രസവത്തിൻ്റെ വേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ എല്ലാവർക്കും വേദനാരഹിതമായിട്ടുള്ളൊരു പ്രസവം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. പക്ഷേ അതേസമയം നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് അനസ്തറ്റിസ്റ്റ് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് ഒരേപോലെ നമുക്ക് പിന്നെ വേദനാരഹിത പ്രസവം ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള, പക്ഷേ എന്നാലും ഭാവിയിൽ അത് വരുമായിരിക്കാം. അതിനുള്ള ഫെസിലിറ്റികൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരുമായിരിക്കാം. പക്ഷെ എന്നാലും ഒരു അമ്മയ്ക്കുള്ള ഒരു മാനസികമായ ഒരു പിന്തുണ, അതിനോടൊപ്പം തന്നെ വരാവുന്ന മെഡിക്കൽ എമർജൻസികൾ യഥാസമയം കണ്ടുപിടിക്കാനും അതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനും ആവശ്യമാണെങ്കിൽ കുഞ്ഞിനെയും അമ്മയെയും സപ്പോർട്ടോടുകൂടെ ഒരു ഹയർ സെൻറ്ററിലേക്ക്, കുറച്ചും കൂടെ ഫെസിലിറ്റിയുള്ള സെൻറ്ററിലേക്ക് മാറ്റാനും ഇത്രയും കാര്യങ്ങൾക്കുള്ള ഒരു സൗകര്യം നമ്മൾ പ്രസവിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ആണ് പ്രസവം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നില്ല. കാരണം വീട്ടിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, ഇതുപോലെ പണ്ടത്തെ പോലെ ഒത്തിരി പ്രസവങ്ങൾ എടുത്ത് പരിചയമുള്ള ആൾക്കാരോ പ്രസവത്തിൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷനുകൾ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോ ഇപ്പോൾ നമ്മുടെ ഇടയിലില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും എനിത്തിങ് ക്യാൻ ഗോ റോങ്. നമ്മൾ ദൈവങ്ങളല്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാനായിട്ടുള്ള, ഒരു മിസ്റ്റേക്ക് എന്നല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കോംപ്ലിക്കേഷൻ പെട്ടെന്ന് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഇതിനെല്ലാം ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ നമ്മുടെ ഡെലിവറി തിരഞ്ഞെടുക്കാനായിട്ട്. അതുകൊണ്ട് ആണ് നമ്മുടെ ആരോഗ്യവകുപ്പ് ഇത്തവണ സുഖപ്രസവം ആശുപത്രിയിൽ, സുഖപ്രസവം എന്ന് എത്രത്തോളം പറയാമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും അമ്മമാരാണ്. ഇവരാരും പ്രസവം സുഖകരമാണെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്കിൽ കൂടെ നാച്ചുറലി പ്രസവിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. നമ്മളിപ്പം ഡെലിവറി, ഈ പ്രസവം എന്ന് പറയുന്നതിൻ്റെ എന്ത് തരം പ്രസവം, സുഖപ്രസവം വേണോ, സർജറി വേണോ, എങ്ങനെയാണെന്നുള്ളത് ഇത് തീരുമാനിക്കുന്നതിന് കുറേ ഘടകങ്ങളുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കി നമുക്ക് പ്രസവം നോർമലി നമ്മുടെ നാച്ചുറലി നടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ സ്വാഭാവിക പ്രസവമായിട്ട് നടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആരോഗ്യ സംഘടനയും നമ്മൾ ആരോഗ്യവകുപ്പും എല്ലാവരും ഊന്നൽ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി നമ്മുടെ നോർമലി സർജറിനെ ഓപ്പറേഷനെ വെച്ചാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. ഓപ്പറേഷനെ വെച്ച് നോക്കുമ്പോൾ സാധാരണ പ്രസവമാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വേദന പോസ്റ്റ് ഓപ്പറേറ്റീവ്, നമ്മുടെ ഡെലിവറി സമയത്തുള്ള വേദന കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആ പ്രസവം എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു വേദന അനുഭവിക്കേണ്ടി വരുന്നില്ല. പക്ഷേ സർജറി ആകുമ്പോഴേക്കും ഓപ്പറേഷൻ കഴിഞ്ഞ് 1-2-3 ദിവസത്തേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം മുലയൂട്ടൽ നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങാം.
അതാണ് അടുത്ത കാര്യം. അപ്പം പിന്നെ മറ്റേതാകുമ്പോഴേക്കും പ്രസവത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് ഉണ്ടാകുന്നത് കാരണം അമ്മ അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നോർമൽ ഫീഡിങ് ഒന്നും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പം മറ്റേതാകുമ്പോഴേക്കും പെട്ടെന്ന് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മുലയൂട്ടൽ ആരംഭിക്കാം. പിന്നെ മൂന്നാമത്തത് ഏത് പ്രൊസീജിയറിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഉള്ളൊരു സാധ്യത, ഒരു കോംപ്ലിക്കേഷനുകൾ റൈസ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധ്യത നോർമൽ ഡെലിവറിക്ക് കുറച്ച് കുറവായിരിക്കും മറ്റതിനെ വെച്ച്, സർജറീനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്തേക്കും. പിന്നെ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ കുഞ്ഞ് പ്രസവിച്ച് അപ്പം തന്നെ നേരെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ പിന്നെ പുറത്ത് കൊണ്ടുപോയി തൂത്ത് തുടച്ച് വൃത്തിയാക്കി പിന്നെ റാപ്പൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുതരുന്നത്. ഇപ്പോഴാണെങ്കിൽ നേരെ ഡെലിവറി ചെയ്ത് അപ്പം തന്നെ ആദ്യമേ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷമാണ് അംബിലിക്കൽ കോഡ് പോലും മുറിക്കുന്നത്. അപ്പം നമ്മൾ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരു ബോണ്ട് തുടങ്ങുന്നത് ഏർലിയസ്റ്റ് ആണ്. മറ്റേത് അമ്മ ഒരു മാനസികമായിട്ട് ആ വേദനയും ബുദ്ധിമുട്ടിൽ നിന്ന് അമ്മ ഒന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞാലേ കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് ആരംഭിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഏർലിയസ്റ്റ് തുടങ്ങാം. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി കാരണങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടുള്ള പ്രസവം പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. അപ്പം ഇത് കാരണമായിട്ടുള്ള ഒരു വേദന, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഒരു പ്രസവത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ആ വേദന ഒന്ന് കുറച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് ഒരാവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ വേദന രണ്ടാണെങ്കിലും ഉണ്ട്. കാരണം പ്രസവം എന്ന് പറയുന്നത് നമ്മൾ വേദന ഒഴിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെങ്ങനെയാണെങ്കിലും ഈവൻ നമ്മൾ മരുന്ന് എടുത്തിട്ട് പ്രസവിച്ചാൽ പോലും നമുക്ക് എന്തായാലും ഒരു കുറച്ച് എമൗണ്ട് വേദന ഉണ്ട്. അത് നമുക്ക് രണ്ടിനെയും വേർതിരിച്ച് നിർത്താൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറ്റില്ല. പക്ഷേ ഇതിപ്പോൾ ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിയുമ്പം മെഡിക്കൽ സയൻസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആകുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ഒരു വേദന അറിയാതെ പ്രസവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായേക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ രണ്ടാണെങ്കിലും നമ്മൾ വേദന അനുഭവിക്കണം. പക്ഷെ ഈ നോർമൽ സ്വാഭാവികമായ ഡെലിവറി ആണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ആ പ്രസവം കഴിയുമ്പോഴേക്കും നമ്മളുടെ വേദന തീർന്നു. മറ്റത് പിന്നെയും ഒരു 2-3 ദിവസം ആശുപത്രി വാസമുണ്ട്, വേദന അനുഭവിക്കലുണ്ട്, അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് എണീറ്റ് നടക്കാനായിട്ടുള്ള വിഷമങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് സ്വാഭാവികമായ പ്രസവത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇതാണ് കുറച്ചും കൂടെ നമ്മളെക്കൊണ്ട് പറ്റുവാണെങ്കിൽ. പിന്നെ ഒരു കാര്യം കൂടെ, ചില ആൾക്കാർ എത്രയുണ്ടെങ്കിലും കുഞ്ഞു അമ്മയുടെ അവസ്ഥ അപകടകരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും സർജറിക്ക് സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഓപ്പറേഷനുകൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന ഒരു സമയത്താണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല, നമുക്ക് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിൽ ഓപ്പറേഷൻ ചെയ്താലേ പറ്റൂ. അതുകൊണ്ട് ഓപ്പറേഷനേ ഇല്ലാത്തൊരു പ്രസവം നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുവാണെങ്കിൽ, ഒഴിവാക്കാവുന്ന കാരണങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കി, ഓപ്പറേഷൻ ഒഴിവാക്കി സ്വാഭാവിക ഡെലിവറി തന്നെ പ്രോത്സാഹിപ്പിക്കാനായി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.